ഒടുവിൽ പാർട്ടിക്കും ബോധ്യപ്പെട്ടു സർക്കാരിന് നിയന്ത്രണം വേണം. പക്ഷേ മുഖ്യമന്ത്രിയെ തിരുത്താനില്ല. ഈ ശൈലിക്ക് എന്താണ് കുഴപ്പമെന്ന് പാർട്ടി സെക്രട്ടറിയുടെ ചോദ്യം. ശ്രീജ, സർക്കാരിനെ പാർട്ടി നിയന്ത്രിക്കും. അതായത് ഇനി സർക്കാരിന്റെ പ്രവർത്തനങ്ങൾക്കുള്ള മാർഗരേഖയും മുൻഗണനയുമൊക്കെ തീരുമാനിക്കുന്നത് പാർട്ടിയായിരിക്കും. അതായത് ഈ ലോക്സഭാ തെരഞ്ഞെടുപ്പിന്റെ പരാജയത്തിന്റെ ഒക്കെ പശ്ചാത്തലത്തിൽ CPM-ന്റെ സംസ്ഥാന സമിതി യോഗം ചേരുകയായിരുന്നു. അതിനുശേഷം പാർട്ടി സംസ്ഥാന സെക്രട്ടറി ഇന്ന് നടത്തിയ വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞൊരു കാര്യമാണിത്. അതായത് സർക്കാരിനെ പാർട്ടി നിയന്ത്രിക്കുമെന്നുള്ളത്. പക്ഷേ അത് പ്രത്യേകമായി പറയേണ്ട ഒരു സംഗതി ആയിരുന്നില്ല CPM-നെ സംബന്ധിച്ചിടത്തോളം. നമുക്കറിയാം, എത്രയോ നാളുകളായി പാർട്ടി അധികാരത്തിലിരിക്കുമ്പോഴൊക്കെ സർക്കാരിന്റെ പ്രവർത്തനങ്ങളെ നിയന്ത്രിക്കുന്നത് പാർട്ടി തന്നെയാണ്. പലപ്പോഴും പറയാറുണ്ട്, സെക്രട്ടേറിയറ്റിൽ നിന്നല്ല നയപരമായ തീരുമാനങ്ങൾ ഉണ്ടാവുന്നത്, AKG സെന്ററിൽ നിന്നാണ് സർക്കാരിന്റെ തീരുമാനങ്ങൾ, നയപരമായ കാര്യങ്ങളിൽ തീരുമാനം ഉണ്ടാവുന്നതൊക്കെ. അങ്ങനെ ഒരു സാഹചര്യം ഉണ്ടായിരുന്നിട്ട് കൂടിയാണ് ഇപ്പോൾ പാർട്ടി സെക്രട്ടറിക്ക് ഇപ്പോൾ പ്രത്യേകമായി എടുത്തു പറയേണ്ടി വരുന്നത് പാർട്ടിയാണ് ഇനി സർക്കാരിനെ നിയന്ത്രിക്കുക എന്നുള്ള നിലയിലേക്കൊക്കെ. ശരിയാണ് അമൽ. എപ്പോഴും CPM നേതൃത്വം നൽകുന്ന ഒരു സർക്കാരിന്, LDF ഭരിക്കുന്ന ഒരു സർക്കാരിന്റെ കാര്യമൊക്കെ വരുമ്പോൾ എപ്പോഴും അങ്ങനെയാണ് പതിവ്. അതായത് നയപരമായ കാര്യങ്ങളൊക്കെ പാർട്ടി തീരുമാനിക്കും, അത് ആ സർക്കാർ നടപ്പാക്കും, അങ്ങനെയാണ് പതിവ്. പക്ഷേ പിണറായി വിജയൻ അധികാരത്തിലേറിയപ്പോൾ മുതൽ അങ്ങനെയല്ല സാഹചര്യം എന്ന് പറയേണ്ടി വരും. കാരണം പാർട്ടിയിലും സർക്കാരിലുമൊക്കെ ഏറ്റവും ശക്തനായ പിണറായി വിജയൻ, അദ്ദേഹം തന്നെയാണ് പാർട്ടിയുടെയും ഏറ്റവും പ്രധാനപ്പെട്ട വ്യക്തി. അദ്ദേഹത്തെ നിയന്ത്രിക്കാൻ മറ്റാരാണ് ആ പാർട്ടി സംവിധാനത്തിലുള്ളത് എന്നത് ഏറ്റവും സ്വാഭാവികമായ ഒരു ചോദ്യമാണ്. പക്ഷേ നമ്മൾ ഇതിനു മുൻപ് കണ്ടിട്ടുള്ളത് CPM അധികാരത്തിൽ വരുമ്പോൾ, അല്ലെങ്കിൽ CPM നേതൃത്വം നൽകുന്ന സർക്കാരുകൾ വരുമ്പോൾ എത്ര ശക്തനായാലും ശരി പാർട്ടിക്ക് ആ ശക്തിക്കുമേൽ ഒരു നിയന്ത്രണം ഉണ്ടാവാറുണ്ട്. പക്ഷെ കഴിഞ്ഞ 6 വർഷമായി അങ്ങനെയൊന്നും ഉണ്ടായില്ല എന്ന് വേണം പറയാൻ. പിണറായി വിജയനെ നിയന്ത്രിക്കാൻ പാർട്ടിക്ക് കഴിഞ്ഞിട്ടില്ല. ഇത് സത്യം പറഞ്ഞാൽ ഇതിപ്പം എന്നെ പോലെ അല്ലെങ്കിൽ നമ്മളെപ്പോലെ മാധ്യമ പ്രവർത്തകരോ പൊതുസമൂഹമോ ഒക്കെയാണ് പറഞ്ഞിട്ടുള്ളത്. ഏറ്റവും ശ്രദ്ധിക്കേണ്ട കാര്യം, ഇന്ന് CPM സംസ്ഥാന സെക്രട്ടേറിയറ്റിൽ നിന്ന് ഔപചാരികമായി ഇങ്ങനെ ഒരു കാര്യം പറയുമ്പോൾ, അതായത് പാർട്ടി സർക്കാരിനെ നിയന്ത്രിക്കുമെന്ന് പറയുമ്പോൾ, ഇതുവരെയും അങ്ങനെ ഒരു വാദം, ഈ മുഖ്യമന്ത്രിയെ പാർട്ടി നിയന്ത്രിക്കേണ്ടതുണ്ട് എന്നൊരു വാദം കഴിഞ്ഞ 6 വർഷമായി പാർട്ടിയുടെ ഏതെങ്കിലും ഒരു ഘടകത്തിന്റെ ചർച്ചയിൽ, ഏറ്റവും ജനാധിപത്യപരമായി പ്രവർത്തിക്കുന്ന ഘടകങ്ങളുള്ള ഒരു സംവിധാനമാണല്ലോ CPM, അവിടെ എവിടെയും ഉയർന്നു വന്നതായി നമ്മൾ കേട്ടിട്ടില്ല. ഈ തെരഞ്ഞെടുപ്പ് തോൽവിക്ക് പിന്നാലെയാണ് ഇതാദ്യമായി അങ്ങനെ ഒരു വിമർശനം ഉയർന്നു വരുന്നത്. അത് തെരഞ്ഞെടുപ്പിൽ ഒരു കൂറ്റൻ തോൽവി ഉണ്ടായി. അതിന്റെ സാഹചര്യത്തിൽ പലയിടങ്ങളിൽ നിന്നും വിമർശനങ്ങൾ ഉയരുന്നുണ്ട്. അതിന്റെ ബാക്കിയായിട്ടാണ് ഇന്ന് CPM സംസ്ഥാന സമിതിയിൽ സർക്കാരിനെതിരെയും സർക്കാരിന്റെ പ്രവർത്തനത്തെക്കുറിച്ചും ഒപ്പം സർക്കാരിനെ നയിക്കുന്ന മുഖ്യമന്ത്രിക്കെതിരെയും ഒരു വിമർശനം ഉയർന്നു വരുന്നത്. അതായത് ഇനിയെങ്കിലും അങ്ങനെ ഒരു നിയന്ത്രിക്കാനുള്ള സംവിധാനം ഉണ്ടായില്ലെങ്കിൽ ഒരുപക്ഷെ പാർട്ടി നേരിടാൻ പോകുന്നത് വലിയ തിരിച്ചടികളായിരിക്കും എന്നൊരു തിരിച്ചറിവ് പാർട്ടിയുടെ സംസ്ഥാന നേതൃത്വത്തിന് ഉണ്ടായി എന്ന് വേണം മനസ്സിലാക്കാൻ. പക്ഷെ നിയന്ത്രണം എങ്ങനെ സാധ്യമാകുമെന്നുള്ളതാണ് പ്രശ്നം. നമുക്കറിയാം, ഇവിടെ VS മുഖ്യമന്ത്രി ആയിരുന്നിട്ടുണ്ട്, നയനാർ മുഖ്യമന്ത്രി ആയിട്ടുണ്ട്, EMS. അപ്പോഴെല്ലാം നമ്മൾ പറഞ്ഞത് ശരിയാണ്, പാർട്ടിയാണ് ആ സർക്കാരിനെ നിയന്ത്രിക്കുക, പാർട്ടിയുടെ ഒരു കടിഞ്ഞാൺ എപ്പോഴും സർക്കാരിലുണ്ടാവും. പക്ഷേ ഇപ്പോൾ മുഖ്യമന്ത്രി പിണറായി വിജയനാണ്. ഈ കഴിഞ്ഞ നാളുകളിലൊന്നും മുഖ്യമന്ത്രി സ്ഥാനത്ത് എത്തിയതിനു ശേഷം ഒന്നും പാർട്ടിക്ക് ആ നിയന്ത്രണം ഉണ്ടായിരുന്നില്ല എന്നുള്ള ഒരു ആക്ഷേപം ഉണ്ടാവാനും കാരണം അത് തന്നെയാണ്. അതായത് ഈ പാർട്ടിയെ നയിക്കുന്നതും നിയന്ത്രിക്കുന്നതും എല്ലാം മുഖ്യമന്ത്രിയാണ്, സർക്കാരിനെയും അങ്ങനെ തന്നെയാണ്. അങ്ങനെയുള്ള ഒരു മുഖ്യമന്ത്രിയെ, അല്ലെങ്കിൽ പാർട്ടിയിലെ ഏറ്റവും സമുന്നതനായിട്ടുള്ള ഒരു നേതാവിനെ തിരുത്തുവാൻ തയ്യാറാവുന്ന ആരുണ്ട് ഈ പാർട്ടിയിൽ എന്നുള്ളതാണ്. അദ്ദേഹത്തിന്റെ വാഴ്ത്തുപാട്ടുകാരായിട്ടുള്ളവരല്ലാതെ, അതിന്റെ ഏരിയ ഘടകങ്ങളിലോ ജില്ലാ ഘടകങ്ങളിലോ സംസ്ഥാന ഘടകങ്ങളിലോ ആയിക്കൊള്ളട്ടെ, പിണറായി വിജയനോട് ചേർന്ന് നിൽക്കുന്നവരല്ലാതെ മറ്റാരുണ്ട് എന്നുള്ളതാണ്. പക്ഷേ പലപ്പോഴും പാർട്ടിക്കുള്ളിൽ ചർച്ചകൾ, ക്രിയാത്മകമായിട്ടുള്ള ചർച്ചകളൊക്കെ ഉണ്ടായിരുന്നു. ആ നിലയിൽ സംവാദങ്ങൾ നടന്നിരുന്നു, ആശയരൂപീകരണം ഒക്കെയുള്ള പരസ്പരം ചർച്ചയിലൂടെ നടന്നിരുന്നെങ്കിൽ ഇന്ന് പക്ഷേ അങ്ങനെയല്ല സ്ഥിതി. അത്തരം ഒരു പ്രതിഷേധ സ്വരം, അല്ലെങ്കിൽ തിരുത്തൽ സ്വരം അല്ലെ, പ്രതിഷേധവുമല്ല, നമ്മൾ എപ്പോഴും അത്ഭുതത്തോടെ കണ്ടിട്ടുണ്ട് CPM-നകത്തെ ജനാധിപത്യ സംവിധാനത്തെ കുറിച്ച്. അതായത് എത്ര ശക്തനായ നേതാവായാലും ശരി, പാർട്ടിയുടെ യോഗങ്ങളിൽ, പാർട്ടിയുടെ എന്താ പറയുക, ഇന്റേണൽ ആഭ്യന്തര യോഗങ്ങൾക്കകത്ത് അവരൊരു തെറ്റ് ചെയ്താൽ അതിനെ മുഖം നോക്കാതെ വിമർശിക്കാൻ കഴിയുന്ന ഒരു സംവിധാനം CPM-നുണ്ട്. ആ വിമർശനവും തിരുത്തും
അസാധ്യമാകുന്ന വിധത്തിൽ പാർട്ടിയും സർക്കാരും ഒക്കെ ഒരു പോയിന്റിലേക്ക് കേന്ദ്രീകരിച്ചിരിക്കുകയാണ് അല്ലെ. തിരുത്തൽ ശക്തി എന്നുള്ള ഒരു സംവിധാനം തന്നെ ഇല്ലാതായിരിക്കും. നമുക്കറിയാം വിഭാഗീയതയുടെ ചരിത്രമൊക്കെ തന്നെ നമ്മുടെ മുന്നിലുണ്ട്, നമുക്ക് അതിലേക്കൊന്നും പോകേണ്ട കാര്യമില്ല. എന്നിരുന്നാൽ കൂടി ഈ വിഭാഗീയതയുടെ പേരിലാണെങ്കിൽ കൂടി ഒരുപാട് അത്തരം തിരുത്തൽ ശക്തികൾ, അത്തരത്തിൽ വ്യത്യസ്തമായ അഭിപ്രായങ്ങൾ പറയുന്നവരൊക്കെ ഈ പാർട്ടിയിൽ നിന്ന് ഇല്ലാതാവുകയും പിണറായി വിജയനോട് ചേർന്ന് നിന്ന് പോകുന്ന അത്തരം സ്തുതിപാഠകരുടേത് മാത്രമായിട്ടുള്ള ഒരു സംഘമായി പലപ്പോഴും പാർട്ടി മാറി എന്നുള്ള വിമർശനം ശക്തമായിട്ടുണ്ട്. അത് പലപ്പോഴും അത് അങ്ങനെയാണെന്ന് തെളിയുന്ന സന്ദർഭങ്ങളും ഉണ്ടായിട്ടുണ്ട്. ആ സാഹചര്യത്തിൽ ഇനി എങ്ങനെയായിരിക്കും അത്തരം ഒരു തിരുത്തൽ സംവിധാനം ഇവിടെ ഉയർന്നു വരിക? ഒരു സംസ്ഥാന സമിതി യോഗത്തിൽ ഒരു രൂക്ഷമായിട്ടുള്ള വിമർശനം നിൽക്കക്കളി ഇല്ലാതെ വന്നപ്പോൾ പരാജയം, ഇതിൽ പരം ഒരു പരാജയം ഇനി ഉണ്ടാവാനില്ല, പാർട്ടിയുടെ അടിത്തറ ചോരുന്നു എന്നുള്ള ഒരു ഘട്ടത്തിൽ ചില വിമർശനങ്ങൾ ഉയർന്നു എന്നുള്ളതല്ലാതെ അതൊരു തിരുത്തൽ ശക്തിയായി മാറുവാനുള്ള ഒരു സംവിധാനം ഈ പാർട്ടിക്കകത്ത് ഇപ്പോൾ ഉണ്ടോ എന്നുള്ള ഒരു കാര്യം സംശയമാണ്. പ്രത്യേകിച്ച് എം വി ഗോവിന്ദൻ തന്നെ ഇത്ര വലിയ വിമർശനങ്ങൾ കേട്ട് ഒരു സംസ്ഥാന സമിതി യോഗത്തിന് ശേഷം പുറത്തിറങ്ങിയിട്ട് പറഞ്ഞത് മുഖ്യമന്ത്രി ശൈലി മാറ്റേണ്ട കാര്യമില്ല, അദ്ദേഹം പിന്തുടർന്ന് വന്ന ശൈലിക്ക് എന്താണ് കുഴപ്പമെന്നാണ്. അങ്ങനെ പാർട്ടി സംസ്ഥാന സെക്രട്ടറി തന്നെ ചോദിക്കുമ്പോൾ എങ്ങനെ ഈ തിരുത്തൽ സാധ്യമാകും? മുഖ്യമന്ത്രിയോട് എങ്ങനെ ഈ തിരുത്തലിന് ആവശ്യപ്പെടും, ആരാവശ്യപ്പെടും എന്നുള്ളൊരു ചോദ്യം കൂടി പ്രസക്തമാവുന്നുണ്ട്. പൂച്ചയ്ക്ക് ആര് മണി കിട്ടും എന്നൊരു ചോദ്യമൊക്കെ നമ്മൾ കേട്ടിട്ടുണ്ട്. പക്ഷേ ഒരേ ഒരു ഓപ്ഷൻ ബാക്കിയുണ്ട്, അത് പാർട്ടിക്ക് വേണമെങ്കിൽ എടുക്കാവുന്ന ഓപ്ഷനാണ്. പക്ഷേ ആ ഓപ്ഷനെ കുറിച്ച് തീരുമാനിക്കേണ്ടത് മുഖ്യമന്ത്രി തന്നെയാണ്. അതൊരു ആത്മപരിശോധനയുടെ ഓപ്ഷനാണ്. അതായത് ഇത്രയേറെ വിമർശനങ്ങൾ ഉയരുന്ന ഒരു സാഹചര്യത്തിൽ എന്തെങ്കിലും കുഴപ്പമുണ്ടോ എന്ന് സ്വയം പരിശോധിക്കാൻ തയ്യാറാകേണ്ടത് മുഖ്യമന്ത്രി പിണറായി വിജയൻ തന്നെയാണ്. ഈ തെരഞ്ഞെടുപ്പിലെ LDFന്റെ കൂറ്റൻ തോൽവിയുടെ കാരണമായി ഭരണപക്ഷത്ത് നിന്ന് തന്നെ ചൂണ്ടിക്കാണിച്ച ഒരു പ്രധാനപ്പെട്ട കാര്യം ഭരണവിരുദ്ധ വികാരം, പിന്നെ മുഖ്യമന്ത്രിയുടെ ശൈലി, ഇങ്ങനെയൊക്കെയായിരുന്നു. ഇത് ഏറ്റവും ശ്രദ്ധേയമായ കാര്യം അമൽ, ഇത് മാധ്യമങ്ങളോ പ്രതിപക്ഷമോ അല്ല പറഞ്ഞത്, നമ്മൾ കണ്ടതാണ്. ഇത് ഭരണപക്ഷത്ത് നിന്ന് തന്നെ ഇക്കാര്യത്തിൽ പലതരത്തിലുള്ള വിമർശനങ്ങൾ ഉയർന്നു വന്നു. നമ്മൾ കഴിഞ്ഞ ദിവസങ്ങളിൽ വാർത്തകളിൽ പലപ്പോഴായി കണ്ടു, CPIയുടെ തിരുവനന്തപുരം, കോട്ടയം, ഇടുക്കി ജില്ലാ കമ്മിറ്റികൾ ചേർന്നപ്പോൾ അവർ ആദ്യം പറഞ്ഞത് ഈ ശൈലി മാറിയേ മതിയാവൂ, ഇങ്ങനെ മുന്നോട്ട് പോകുന്നത് സർക്കാരിനൊട്ടും ഗുണകരമാവില്ല എന്നതാണ്. ഇനി CPMന്റെ തന്നെ പ്രാദേശിക നേതാക്കളുടെ ഭാഗത്തു നിന്ന് ഇത്തരം വിമർശനങ്ങൾ ഉണ്ടായി. പലപ്പോഴും നമുക്കറിയാം ഈ നമ്മൾ നേരത്തെ പറഞ്ഞ ഈ അധികാര കേന്ദ്രീകരണവും അല്ലെങ്കിൽ പവർ പോയിന്റും ഒക്കെയായി പിണറായി മാറുമ്പോഴും ഇപ്പോഴും പ്രാദേശിക തലത്തിൽ പാർട്ടിയുടെ ഒരു ജനാധിപത്യ സ്വഭാവം നഷ്ടമാവാത്തത് കൊണ്ടാവാം ഒരുപക്ഷെ പാർട്ടിയുടെ പ്രാദേശിക ഘടകങ്ങളിൽ നിന്ന് ഇങ്ങനെയുള്ള വിമർശനങ്ങൾ ഉണ്ടായി. സുധാകരൻ, അദ്ദേഹം പലപ്പോഴും അപ്രിയമായ അഭിപ്രായങ്ങൾ വളരെ വളരെ സ്വാഭാവികമായി വിളിച്ചു പറയുന്ന ഒരാളാണ്. അദ്ദേഹത്തിന്റെ ഭാഗത്തു നിന്നുണ്ടായ വിമർശനം, ഇനി ഇതൊക്കെ കഴിഞ്ഞാൽ മാർ കൂറിലോസ്, ഗീവർഗീസ് മാർ കൂറിലോസിന്റെ ഭാഗത്തു നിന്നുണ്ടായ വിമർശനവും അതേ തുടർന്ന് അതിനുണ്ടായ മറുപടിയും ഒക്കെ നമ്മൾ കണ്ടതാണ്. ഒരു വിമർശനത്തെ സഹിഷ്ണുതയോടെ നേരിടാൻ പോലും നമ്മുടെ മുഖ്യമന്ത്രിക്ക് കഴിയുന്നില്ല എന്നത് ഇതിന്റെ കൂടെ ചേർത്ത് വായിക്കേണ്ടതാണ്. തോമസ് ഐസക്കിന്റെ ഭാഗത്തു നിന്ന് തോമസ് ഐസക് ഒരു യൂട്യൂബ് ചാനലിൽ നൽകിയ അഭിമുഖം നമ്മൾ കണ്ടതാണ്. അതിലും അദ്ദേഹം പറഞ്ഞത് ജനങ്ങളെ മനസ്സിലാക്കേണ്ടിയിരിക്കുന്നു, ജനങ്ങളുടെ പ്രശ്നങ്ങൾ മനസ്സിലാക്കേണ്ടിയിരിക്കുന്നു, അവരോട് കൂടുതൽ അടുക്കേണ്ട തരത്തിൽ നമ്മുടെ ശൈലി മാറ്റണം. അതൊക്കെ ആരിലേക്കാണ് വിരൽ ചൂണ്ടുന്നത് എന്നത് നമ്മൾ വളരെ കൃത്യമായി മനസ്സിലാക്കണം. ഇനി സംസ്ഥാന സമിതി യോഗമുണ്ടായപ്പോൾ സംസ്ഥാന സമിതി യോഗത്തിൽ എന്തൊക്കെ വിമർശനങ്ങളാണ് ഉയർന്നത്? ഏറ്റവും പ്രധാനമായി നമ്മൾ പറയുന്നത് ഈ സർക്കാരിനെതിരെ ഒരു വികാരം എന്ന് പറയുന്നത് സർക്കാരിന്റെ പ്രവർത്തനത്തിലുള്ള നമുക്കുണ്ടാവുന്ന അതൃപ്തിയാണ്. ഏറ്റവും പ്രകടമായി അത് കാണുക ആഭ്യന്തര വകുപ്പിന്റെ പ്രകടനത്തിലായിരിക്കും എപ്പോഴും, അല്ലെ? ആഭ്യന്തര വകുപ്പ് ഒരു ദിവസേന എന്ന വണ്ണം ജനങ്ങളുടെ ജീവിതത്തിൽ നേരിട്ട് ഇടപെടേണ്ട ഒരു വകുപ്പാണ്. അവിടെ ഉണ്ടാവുന്ന ഏത് പ്രശ്നങ്ങളും നേരിട്ട് ബാധിക്കുക സർക്കാരിനെ തന്നെയായിരിക്കും. അങ്ങനെയാണെങ്കിൽ മുഖ്യമന്ത്രി നേതൃത്വം നൽകുന്ന ആഭ്യന്തര വകുപ്പിനെതിരെ വലിയ രീതിയിലുള്ള വിമർശനങ്ങൾ ഉണ്ടായി. പോലീസിന്റെ പ്രവർത്തനത്തെക്കുറിച്ച് മുഖ്യമന്ത്രിയെ കൂടാതെ മറ്റ് അധികാര കേന്ദ്രങ്ങൾ കൂടി പോലീസിനെ നിയന്ത്രിക്കുന്നു എന്നതായിരുന്നു അതിൽ പ്രധാനപ്പെട്ട ഒരു വിമർശനം. പിന്നെ ഗുണ്ട ആക്രമണം നമ്മൾ ഈ കഴിഞ്ഞ കാലത്ത് കണ്ടതാണ്. തിരുവനന്തപുരത്തൊക്കെ ജീവിക്കുന്ന നമ്മൾ എത്രയോ വാർത്തകളിൽ കാണുന്നു. ഒരു നിയന്ത്രണവും ഇല്ലാത്ത വിധം ഒരു പക്ഷെ മുൻപൊക്കെ നമ്മൾ കേട്ടിരുന്നത് പോലെ ഗുണ്ടാ സംഘങ്ങൾ തഴച്ചു വളരുന്നു. അവർ നടു റോഡിലിറങ്ങിയ ആക്രമണങ്ങൾ അഴിച്ചുവിടുന്നു. സ്ത്രീ സുരക്ഷയിൽ പാടെ പരാജയപ്പെടുന്നു. ഇത് ആഭ്യന്തര വകുപ്പിനെ കുറിച്ചുള്ള വിമർശനങ്ങൾ അത് നമ്മൾ എടുക്കേണ്ടത് ഇപ്പൊ മുഖ്യമന്ത്രിയുടെ ശൈലി മാറ്റത്തെക്കുറിച്ച് നമ്മൾ ചോദ്യങ്ങൾ ചോദിക്കുമ്പോൾ അത് കേവലം മുഖ്യമന്ത്രിയുടെ പെരുമാറ്റത്തെക്കുറിച്ച് മാത്രമല്ല, അത് ഭരണത്തിന്റെ ശൈലി മാറ്റത്തെക്കുറിച്ച് കൂടിയാണ്. അങ്ങനെ മാറിയില്ലെങ്കിൽ അത് വലിയ തിരിച്ചടികൾ ഇനിയും ഉണ്ടാക്കും.
ഇപ്പോ CPI തന്നെ ഇത്ര രൂക്ഷമായിട്ട് മുന്നണിക്കകത്ത് നിന്ന ഒരു മുഖ്യമന്ത്രിക്കെതിരെ ഇതിനു മുൻപ് അത്തരം ഒരു വിമർശനങ്ങൾ ഉണ്ടായിട്ടില്ല. ഇപ്പോൾ ശ്രീജ സൂചിപ്പിച്ചതുപോലെ 3 ജില്ലാ കൗൺസിലുകൾ യോഗത്തിൽ, അത് തിരുവനന്തപുരം, കോട്ടയം, ഇടുക്കി, അതിശക്തമായ വിമർശനം മുഖ്യമന്ത്രിക്കെതിരെ ഉണ്ടായി. മുഖ്യമന്ത്രി മാറിയേ തീരൂ, മുഖ്യമന്ത്രി മാറാതെ ഈ സർക്കാരും മുന്നണിയും ശരിപ്പെടില്ല എന്ന ഈ കൗൺസിലുകളിൽ വിമർശനം ഉയരുന്നു. മുഖ്യമന്ത്രിയുടെ ധിക്കാരം തന്നെയാണ് ഈ തോൽവിക്ക് ഏറ്റവും വലിയ കാരണമായി തീർന്നിരിക്കുന്നത്. അദ്ദേഹത്തിന്റെ ധാർഷ്ട്യം മുഖ്യമന്ത്രിയുടെ ജനകീയ മുഖം ഇല്ലാതാക്കി എന്നുള്ളതാണ്. അവർ സൂചിപ്പിക്കുന്ന ഒരു കാര്യം, ഒരു വശത്ത് ഇവിടുത്തെ മുഖ്യമന്ത്രി ഒരു മൈക്ക് അത് കേടായാൽ ഉടനെ തട്ടിമാറ്റുന്നു, മൈക്ക് ഓപ്പറേറ്ററോട് അതിരൂക്ഷമായി വർത്തമാനം പറയുന്നു. മറുവശത്ത് നരേന്ദ്രമോദി ഒരു കൊച്ചു കുട്ടി കൊണ്ടുവന്ന് വെക്കുന്ന മൈക്കിൽ സംസാരിക്കുകയാണ്. അങ്ങനെ ഒരു വശത്ത് നരേന്ദ്രമോദിക്ക് ജനകീയത കൂടുകയും മറുവശത്ത് കേരളത്തിന്റെ മുഖ്യമന്ത്രി ജനകീയനല്ലാതാവുകയും ചെയ്യുന്നു എന്നുള്ളൊരു കാര്യം അവർ ചൂണ്ടിക്കാണിച്ചത് ഒരു പ്രധാനപ്പെട്ട കാര്യമാണ്. ഇപ്പോൾ മുഖ്യമന്ത്രി ഈ മൈക്ക് തട്ടിമാറ്റുന്ന ഒരു സംഭവം, അല്ലെങ്കിൽ മൈക്ക് കേടാവുമ്പോൾ ആ മൈക്ക് ഓപ്പറേറ്ററോട് കാണിക്കുന്ന ഒരു അസഹിഷ്ണുത പലപ്പോഴും ജനങ്ങൾക്കിടയിൽ ഒരു മോശം ഇമ്പാക്റ്റ് ഉണ്ടാക്കിയിട്ടുണ്ട്. അതേസമയം തന്നെ ഈ തെരഞ്ഞെടുപ്പ് പ്രചാരണ യോഗത്തിൽ ഷാഫി പറമ്പിൽ വടകരയിൽ ഒരു മൈക്ക് കേടായപ്പോൾ അദ്ദേഹം പറഞ്ഞു, നമ്മളുടെ മൈക്ക് കേടായാലൊന്നും കുഴപ്പമില്ല കേട്ടോ എന്നുള്ള പരിഹാസം കലർന്നത്. അതെ, ആ നിലയിൽ അതിന്റെ പരിഹാസം ജനങ്ങൾക്കെല്ലാം മനസ്സിലായി. അതെല്ലാ ആളുകൾക്കിടയിലും ആ ഒരു പ്രശ്നമുണ്ട് താനും, മുഖ്യമന്ത്രി ഇത്ര അസഹിഷ്ണുത കാണിക്കുന്നത് എന്തിനെ എന്നുള്ളത്. മുഖ്യമന്ത്രി ശൈലി മാറ്റണമെന്ന് ജനങ്ങളും പാർട്ടിയിലെ പലരും ആവശ്യപ്പെടുന്നത്. മുഖ്യമന്ത്രി പൊതുവെ പരുക്കൻ സ്വഭാവക്കാരനാണ്. പക്ഷെ ഒരു ഘട്ടത്തിലൊക്കെ, പ്രളയത്തിന്റെ ഘട്ടത്തിലും അല്ലെങ്കിൽ കോവിഡിന്റെ സമയത്തുമൊക്കെ അദ്ദേഹം കാണിച്ചിട്ടുള്ള, അല്ലെങ്കിൽ ജനങ്ങളെ ചേർത്ത് പിടിക്കുന്ന ഒരു സമീപനം ഉണ്ടായിരുന്നു. അദ്ദേഹത്തിന്റെ ഒരു സോഫ്റ്റ് സൈഡ് നമ്മൾ കണ്ടതാണ് ആ സമയത്തൊക്കെ. ആ ഒരു രീതിയിലേക്ക്, അതെ അതുണ്ട്, ആ രീതിയിലേക്ക് തിരിച്ചു വരണമെന്നുള്ള ഒരു സ്വാഭാവികമായിട്ടുള്ള, ജനങ്ങൾക്ക് എപ്പോഴും തങ്ങളെ ചേർത്ത് പിടിക്കുന്ന ഒരു നേതാവിനെ, ഉമ്മൻചാണ്ടിയെ പോലെ ജനകീയനാവാനോ എല്ലാവരോടും ആക്സസിബിൾ ആയി പെരുമാറാനോ ഒന്നും കഴിയുമായിരിക്കില്ല. ശരിയാണ്, സാധാരണഗതിയിൽ ഓരോ വ്യക്തികൾക്കും അവരുടേതായ സ്വഭാവ സവിശേഷതകൾ ഉണ്ടാവും. അവരൊക്കെ ആ തരത്തിൽ വളരെ പെർട്ടിക്കുലർ ആയിരിക്കും. ഇപ്പം അമലിനെ പോലെ ആയിരിക്കില്ല ഞാൻ എന്നതുപോലെ. പക്ഷേ ഒരു ഭരണത്തിന്റെ നേതൃ തലപ്പത്തിരിക്കുന്ന ഒരാൾ ജനങ്ങളോട് കുറച്ചുകൂടി കുറച്ചുകൂടി സൗമ്യമായി പെരുമാറണം എന്നല്ല പറയുന്നത്, കുറച്ചുകൂടി മാന്യമായി പെരുമാറണം, അല്ലെ? കുറച്ചുകൂടി നമ്മുടെ മുഖ്യമന്ത്രിയാണ് എന്ന് പറഞ്ഞ് നമുക്ക് അടുത്ത് ചെല്ലാൻ കഴിയുന്ന തരത്തിൽ ആവണം എന്ന് പറയുന്നതിൽ തെറ്റൊന്നുമില്ല എന്ന് തോന്നുന്നു. ആ നിലയിൽ ഒരുപാട് വിമർശനങ്ങൾ ഇപ്പോൾ മുഖ്യമന്ത്രി, മാസപ്പടി വിവാദം വന്നു, സ്വന്തം മകൾക്കെതിരെ വിവാദം വന്നപ്പോൾ പോലും അദ്ദേഹത്തിന്റെ ഭാഗത്തു നിന്ന് കൃത്യമായൊരു വിമർശനം ഉണ്ടായിട്ടില്ല. കഴിഞ്ഞ 2023 ജൂലൈ മാസത്തോടൊക്കെ, ജൂൺ ജൂലൈയിലാണ് ഈ ആരോപണം ഉയരുന്നത്. ഇതിപ്പോ ഒരു വർഷമായി പ്രതിപക്ഷവും മാത്രമല്ല, കേരളത്തിലെ മാധ്യമങ്ങളും പ്രതിപക്ഷവും ഒക്കെ ഏറ്റവും കൂടുതൽ പറഞ്ഞുകൊണ്ടിരിക്കുന്ന ഒരു വാർത്തയാണ് ഈ മാസപ്പടി വിവാദം. അതിൽ ഒരു ഭാഗത്ത് പ്രതിയായി നിൽക്കുന്നത് മുഖ്യമന്ത്രിയുടെ മകൾ വീണയാണ്. ഈ ഒരു തെരഞ്ഞെടുപ്പിൽ ഇത്രയും ഭരണവിരുദ്ധ വികാരം ഉണ്ടായി എന്നൊക്കെ പറയുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ഈ ഒരു വർഷത്തിനിടയ്ക്ക് എന്നെ ഒറ്റപ്പെടുത്തി ആക്രമിക്കാൻ ശ്രമിക്കേണ്ട, ഞാൻ ഇതിലും വലുതൊക്കെ കണ്ടിട്ടുണ്ട് എന്നതൊക്കെ അല്ലാതെ വസ്തുനിഷ്ഠമായി ഈ സംഭവത്തെക്കുറിച്ച്, അല്ലെങ്കിൽ ഈ ആരോപണത്തെക്കുറിച്ച് നമ്മുടെ മുഖ്യമന്ത്രി നിയമസഭയിലോ അല്ലാതെയോ എവിടെയെങ്കിലും എന്തെങ്കിലും പറഞ്ഞിട്ടുണ്ടോ? അദ്ദേഹത്തെ വിശ്വസിക്കുന്ന, അദ്ദേഹത്തെ ആരാധിക്കുന്ന, അദ്ദേഹത്തിനോടൊപ്പം നിൽക്കുന്ന എത്രയോ ആളുകളുണ്ട്, സാധാരണക്കാരുണ്ട്. ഒരുപക്ഷെ ഒരു സാധാരണ പാർട്ടി അനുഭാവി അയാളുടെ അവിടെയുള്ള ഒരു എതിരാളിയിൽ നിന്ന് ഏറ്റവും വലിയ ഒരു തിരിച്ചടി നേരിടുന്ന ഒരു പക്ഷേ അയാൾ ചോദിക്കുകയാണ്, നിങ്ങളുടെ മുഖ്യമന്ത്രി ഇതേ പറ്റി എന്തെങ്കിലും പറഞ്ഞോ എന്ന് ചോദിച്ചാൽ അയാൾക്ക് പറയാൻ ഒരു മറുപടി ഉണ്ടോ? അത്രയെങ്കിലും വേണമല്ലോ. എന്താണ് നമ്മുടെ മുഖ്യമന്ത്രിക്ക് ഈ വിഷയത്തിൽ പറയാനുള്ളത്? സ്വന്തം മകൾക്കെതിരെ ഇത്രയും ഗുരുതരമായ ഒരു ആരോപണം ഉയർന്നിട്ട് ഇതുവരെ മുഖ്യമന്ത്രി അതേക്കുറിച്ച് വസ്തുനിഷ്ഠമായി ആരോപണത്തിന്റെ മെറിറ്റിലേക്ക് കടന്ന്, അല്ലെങ്കിൽ ഇങ്ങനെ ഒരു സംഭവത്തിന്റെ മെറിറ്റിലേക്ക് കടന്ന് ഒരിക്കൽ പോലും പ്രതികരിക്കാത്തത് എന്തുകൊണ്ടാണ്? അത് ക്ലിയർ ആവേണ്ടത്. അതിനെ സുതാര്യമായി, ഇത് നോക്കൂ, ഇതൊരു ആരോപണം മാത്രമാണ്, എനിക്കിതിൽ ഒളിച്ചു വെക്കാൻ ഒന്നുമില്ല എന്ന് അദ്ദേഹം പറഞ്ഞാൽ അദ്ദേഹത്തിന്റെ മതിപ്പ്, അദ്ദേഹത്തോടുള്ള നമുക്കും സാധാരണ ജനങ്ങൾക്കുമുള്ള മതിപ്പ് കൂടുകയല്ലേ ഉള്ളൂ. അപ്പൊ ഞാൻ പറയുന്നത്, ഇതൊക്കെ നേരത്തെ ഞാൻ പറഞ്ഞതുപോലെ ഓരോരുത്തർക്കും ഓരോ സ്വഭാവ സവിശേഷതയുണ്ട്, അതൊന്നും മാറാൻ പോകുന്നില്ല. പക്ഷേ ശൈലി മാറ്റം എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് അത് ഒരാളുടെ പെരുമാറ്റത്തിന്റെ ശൈലി മാത്രമല്ല, അത് ഭരണത്തിന്റെ ശൈലി കൂടിയാണ്. കുറച്ചുകൂടി ജനങ്ങളോട് അടുത്ത് നിൽക്കുന്ന ഒരു ശൈലിയാണ്. എന്തായാലും അമൽ, ഞാൻ കരുതുന്നത് പാർട്ടി പറഞ്ഞത് കൊണ്ടൊന്നും എന്തായാലും പിണറായി വിജയൻ എന്ന പാർട്ടിയിലെ ഏറ്റവും ശക്തനായ നേതാവ് മാറും എന്ന് പ്രതീക്ഷിക്കാൻ വയ്യ. ഇക്കാര്യത്തിൽ ആകെയുള്ളൊരു സാധ്യത നമ്മൾ തുടക്കത്തിൽ പറഞ്ഞതുപോലെ തന്നെ ഒരു ആത്മപരിശോധനയാണ്. ആ ആത്മപരിശോധനയോടൊപ്പം
ഒരു തിരുത്തൽ വേണ്ടി വന്നാൽ ആ തിരുത്തലിന് തയ്യാറായില്ലെങ്കിൽ നമ്മൾ ഓർക്കേണ്ടത് ബംഗാളിൻ്റെയൊക്കെ ഉദാഹരണങ്ങൾ നമ്മുടെ മുന്നിലുണ്ട്. എങ്ങനെയാണ് പാർട്ടി നശിച്ച് നാമാവശേഷമായി പോയതെന്ന് നമ്മൾ കണ്ടതാണ്. അപ്പോൾ ആ തരത്തിലൊരു ആത്മപരിശോധന മാത്രമേ ഇപ്പോൾ പാർട്ടിയും സർക്കാരും നേരിടുന്ന ഒരു പ്രതിസന്ധിക്ക് പരിഹാരമായി ഒരേ ഒരു വഴിയുള്ളൂ എന്ന് മാത്രമേ പറയാനുള്ളൂ. ICL FinCorp, the intelligent choice.